ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, പരിശുദ്ധമായ 50 നോമ്പിൻ്റെ 6ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ നോമ്പ് കാലത്തെ ഞായറാഴ്ചകളിൽ യേശു തമ്പുരാൻ പ്രവർത്തിച്ച വിവിധങ്ങളായ അത്ഭുതങ്ങളോ അടയാളങ്ങളോ നാം വായിച്ച് ധ്യാനിച്ചു വരുന്ന ദിവസങ്ങളാണ്. 6ാം ആഴ്ചയിലേക്ക് കിടക്കുന്ന ഈ 6ാം ഞായറാഴ്ച സഭ നമുക്ക് തരുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വചനഭാഗമാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് നാം കാണുക. അല്ല എങ്കിൽ അതുവഴി വിശ്വാസത്തിൽ മറ്റുള്ളവർ ആഴപ്പെടുന്നതായിട്ടാണ് നാം കാണുക. വിശ്വാസം എന്നുള്ളത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ കേന്ദ്ര ചിന്തയാണ്. സ്നേഹം പോലെ തന്നെ വിശ്വാസം എന്നുള്ളത് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ഒരു തിരിയുടെ മധ്യേ പോകുന്ന തിരിനാളം പോലെ നിൽക്കുന്ന വസ്തുതയാണ്. ഇവിടെ അന്ധനായ ഒരു മനുഷ്യന് കർത്താവ് കാഴ്ച കൊടുക്കുമ്പോൾ ആത്മീയമായ അന്ധതയെക്കുറിച്ച് യേശു സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് വിശ്വാസം എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിൽ ഘട്ടം ഘട്ടമായി മനുഷ്യർ ആഴപ്പെട്ടു വരേണ്ടതാണ്. ഈ നോമ്പുകാലത്തെ ഓരോ അത്ഭുതങ്ങൾ നാം ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുവിലുള്ള നമ്മുടെ വിശ്വാസം വളർത്തിക്കൊണ്ടുവരികയാണ് നമ്മിൽ. അതുകൊണ്ടാണ് സഭ നമുക്ക് ഈ നോമ്പുകാലത്ത് ഈ വിശ്വാസത്തെക്കുറിച്ച് ആഴപ്പെടുവാനുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം കർത്താവിന്റെ പീഡാനുഭവ മരണ സംഭവങ്ങൾ നാം അനുസ്മരിക്കുമ്പോൾ അവിടെ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങൾ ഈ ഞായറാഴ്ചകളിൽ നാം നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഇന്നത്തെ ഈ വേദഭാഗം നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9ാം അധ്യായം മുഴുവൻ ഈ അന്ധന് കാഴ്ച നൽകിയ സംഭവവും അതേ തുടർന്ന് വരുന്ന ആത്മീയ അന്ധതയെക്കുറിച്ചുള്ള സമ്മർദ്ദവുമാണ്. യോഹന്നാന്റെ സുവിശേഷം 4ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയുടെ സംഭവം നമ്മൾ വായിക്കുന്നു. സമരിയാക്കാരിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്കുള്ള വളർച്ച നാം കാണുന്നുണ്ട് ഘട്ടം ഘട്ടമായിട്ട്. യേശുവിനെ ഒരു യഹൂദനായി കണ്ടിരുന്ന അവൾ പ്രവാചകനായും മിശിഹായായിട്ടും കണ്ടുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായും യേശുവിലേക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു മിഷണറി ആയിട്ടും പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 9ാം അധ്യായത്തില് ജന്മന അന്ധനായ ഒരു മനുഷ്യൻ യേശു യെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ മനുഷ്യൻ ജന്മന അന്ധനായിരുന്നു. ശിഷ്യന്മാർ ചോദിക്കുകയാണ് യേശുവിനോട്, റബി, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവന്റെ പാപം മൂലമാണോ ഇവന്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ? അന്നത്തെ യഹൂദ ചിന്തയനുസരിച്ച് പാപത്തിന്റെ പരിണിത ഫലമാണ് രോഗം, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ജന്മന ഉള്ള അവന്റെ രോഗാവസ്ഥ, അവന്റെ വിഷമാവസ്ഥ. യേശു പറയുകയാണ്, ഇത് ആരുടെയും പാപത്തിന്റെ പരിണിത ഫലമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. യേശു പ്രവർത്തിക്കാൻ പോകുന്ന അത്ഭുതത്തെക്കുറിച്ച്, അടയാളത്തെക്കുറിച്ച് യേശു ഓർമ്മിപ്പിക്കുകയാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നിടത്തും ഈ രോഗം മരണത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവപുത്രന്റെ മഹത്വീകരണത്തിനും വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തിലേക്ക് യോഹന്നാൻ അവതരിപ്പിക്കപ്പെടുന്ന യേശു കടക്കുക. ഇവിടെ കർത്താവ് പറയുന്നുണ്ട് 5ാം തിരുവചനത്തിൽ 9ാം അധ്യായം 5ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. യേശു ലോകത്തിന്റെ പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ പ്രകാശത്തിന്റെ അനുഭവമില്ലാത്ത അന്ധന്
കാഴ്ച നൽകിക്കൊണ്ട് യേശു പ്രകാശമായി അവൻ അനുഭവപ്പെടുത്തുന്നു. ഈ അന്ധൻ കാഴ്ച നൽകുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട്. ചെളിയിൽ തുപ്പി അത് കുഴച്ചുണ്ടാക്കി അവന്റെ കണ്ണില് പുരട്ടിയിട്ട്, ലേപനമായി പുരട്ടിയിട്ട് അവനോട് ശിലോഹ കളത്തിൽ പോയി കഴുകുവാൻ യേശു പറയുകയാണ്. അവൻ കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അതിനുശേഷമുള്ള അവന്റെ ജീവിതം ദൈവത്തോടുള്ള നന്ദിയുണ്ടെങ്കിലും മനുഷ്യർ അവനെ പ്രത്യേകമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. എങ്ങനെയാണ് അവന് ഇപ്രകാരം കാഴ്ച ലഭിച്ചത്? അവൻ പറയുന്നുണ്ട്, ഈ കാഴ്ച ലഭിക്കുവാൻ എങ്ങനെയാണെന്ന് അവൻ പറയുന്നു, യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എൻ്റെ കണ്ണു തുറന്നു. അവൻ അത്രയുമേ അറിയുള്ളൂ. യേശു രക്ഷകനാണെന്ന്, ദൈവപുത്രനാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ല. ആ വിശ്വാസത്തിലേക്ക് അവൻ കടന്നിട്ടില്ല. ആ സ്ഥലത്തിൽ അവൻ പറയുകയാണ്, യേശു എന്നൊരു മനുഷ്യന്റെ സുഖമാക്കി. പക്ഷേ ജനങ്ങൾ അത് സമ്മതിക്കുന്നില്ല. അവർ ഫരിസേയരുടെ അടുക്കൽ അവനെ കൊണ്ടുപോയി വീണ്ടും ചോദ്യം ചെയ്യുകയാണ്, അവൻ എങ്ങനെ കാഴ്ച ലഭിച്ചു എന്ന്. അവൻ പറയുന്നു, രണ്ടാം ഘട്ടത്തിൽ പറയുന്നു, അവനൊരു പ്രവാചകനാണ് എന്ന്. യേശു പ്രവാചകനാണെന്ന് ഏറ്റു പറയുകയാണ് ഈ അന്ധനായ കാഴ്ച ലഭിച്ച മനുഷ്യൻ. രണ്ടാമത് വീണ്ടും അവർ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയുകയാണ്, ഇവൻ ദൈവത്തിൽ നിന്ന് വന്നവനല്ലെങ്കിൽ ഇവന് പ്രകാരം ചെയ്യുവാൻ പറ്റുകയില്ല. അടുത്ത വിശ്വാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ദൈവത്തിൽ നിന്ന് വന്നവൻ ദൈവത്തിന്റെ പുത്രനാണെന്നാണല്ലോ വചനം നമ്മെ പഠിപ്പിക്കുക. അവൻ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുകയാണ്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളും അവനിൽ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, അവൻ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന്. ഇപ്രകാരം ദൈവത്തിൽ നിന്നും വന്നവനല്ല എങ്കിൽ ഇവനെ ഇങ്ങനെ ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിനുള്ള വിശ്വാസം അവൻ ഏറ്റുപറയുന്നത്. അവസാനം യേശു അവനെ കണ്ടുമുട്ടുന്നുണ്ട്. യേശു കണ്ടുമുട്ടി അവനോട് സംസാരിക്കുമ്പോൾ അവനോട് പറയുകയാണ്, നീ എന്നിൽ വിശ്വസിക്കുന്നു, നീ കണ്ടവൻ തന്നെയാണ് മിശിഹ, കാഴ്ച നൽകുവാൻ പറ്റുന്നവൻ, അവനിൽ നീ വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് 38-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസത്തിന്റെ വിവിധ പടവുകൾ നമ്മൾ കയറേണ്ടവരാണ്, വിശ്വാസത്തിൽ നാം ആഴപ്പെടേണ്ടവരാണ് എന്ന് അന്ധനായ മനുഷ്യന്റെ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്നു. അതേസമയം തന്നെ തന്റെ പ്രതിയോഗികൾ അവരുടെ ആത്മീയമായ അന്ധത കൂടിക്കൊണ്ടിരിക്കുന്നു. അവർ ഹൃദയത്തിൽ കൂടുതൽ അവരുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് യേശുവിൽ നിന്ന് അകലുന്നു. ഈ വിശ്വാസ ജീവിതത്തെ കുറിച്ചുള്ള കർത്താവിന്റെ പഠിപ്പിക്കൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സ്വീകരിക്കാം. വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാം. ആ അന്ധനായ മനുഷ്യനെ പോലെ കർത്താവിനെ ഏറ്റുപറയുന്നവരായിട്ട് നമുക്ക് മാറാം, അവരെ അനുഗമിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. തന്റെ പ്രതിയോഗികളായ ഫരിസേയരെ പോലെ ആത്മീയമായ അന്ധതയ്ക്ക് വിധേയരായി ഹൃദയ കാഠിന്യത്തിൽ ജീവിക്കുന്നവരായി മാറാതെ കർത്താവിന്റെ വിശ്വാസികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് ദൈവത്തോട് കൃപ നമുക്ക് യാചിക്കാം. ഈ നോമ്പിനെ നമുക്ക് സമ്പുഷ്ടമാക്കാം. നോമ്പിന്റെ 6-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പ് ശുദ്ധമായിട്ട് ആചരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ.